ഈ ഫുൾ ഓണിന്റെ ശാഖരയാണ്. ഇതിന്റെ മൈലേജ് നോക്കുന്നത് 20-22 മൈലേജ് ഡീസൽ ബലാന അല്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 15-16 സിംഗിൾ ഓണർ വണ്ടിയാണ്. 490 കൊടുക്കുക ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാം. അത് ഡീസൽ ഓട്ടോമാറ്റിക് മൈലേജും കംഫർട്ടും ഓട്ടോമാറ്റിക്കലി മൈലേജ് കിട്ടുന്ന ഡീസൽ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് 18 മോഡൽ അല്ലേ? എത്ര രൂപ കൊടുക്കാൻ പറ്റും? 560 കൊടുക്കുക ഫുൾ ഓൺ ആയിട്ട് കൊടുക്കുക. ഇനി മാനുവല് പെട്രോൾ വേണമെന്നുള്ളവർക്ക് ഒരു കിടിലം വണ്ടി ഉണ്ട്, VXi വണ്ടി അല്ലേ? എത്ര രൂപ കൊടുക്കും? VXi 5 ലക്ഷം രൂപ ഫുൾ ഓൺ ആയിട്ട് കൊടുക്കും. ഫുൾ കൊടുക്കാം. ഇനി അതാണ് ഓട്ടോമാറ്റിക്കലി ഒരു പെട്രോൾ വേണമെന്നുള്ളവർക്ക് മോഡൽ കൂടിയ ഒരു വണ്ടി, ഫുൾ കമ്പനി ഫിറ്റിംഗ്സിന് അഡീഷണൽ ആയിട്ട് ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 5 MB ഫുൾ ഓൺ ആയിട്ട് കൊടുക്കും. 5 MB ഫുൾ ഓൺ. അതാണ് നമുക്കൊരു ഫിഗോന ആസ്പിയർ ആണ്. ഇത് ഏതായിരുന്നു മോഡല്? 2015 മോഡൽ വണ്ടി. 3,10,000 ഫുൾ ഓൺ ആയിട്ട്. i20 2017 മോഡല് ഡീസൽ വണ്ടിയാണ്. 4 MB കൊടുക്കും. 4 MB ചെറിയ പ്രൈസിന് ഒരു i20 എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നത്? 15-16 രജിസ്റ്ററുള്ള വണ്ടിയാണ്. ഇത് 3 MB കൊടുക്കുക ഫുൾ ഓൺ ആയിട്ട് കൊടുക്കുക. അപ്പൊ അടുത്ത് 21 മോഡൽ ബലാനോ അല്ല? എത്ര രൂപ കൊടുക്കാൻ പറ്റും? 565 കൊടുക്കുക. ഇത് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാം. അടുത്ത് വീണ്ടും സ്വിഫ്റ്റ് 2014 മോഡൽ 3 ലക്ഷം രൂപ കൊടുക്കുക. മാക്സിമം ലോൺ കൊടുക്കും. അടുത്ത് വീണ്ടും നമുക്ക് തവണ ഒരു സ്വിഫ്റ്റ് തന്നെയാണ്. 2013 മോഡൽ വണ്ടി. ഇത് നമുക്ക് 340 കൊടുക്കുക. മാക്സിമം ലോൺ കൊടുക്കും. അടുത്തൊരു ഡിസയർ ആണ്, ഡീസൽ വണ്ടിയാണ്. 2015 മോഡൽ ഫുൾ ഓൺ ആയിട്ട് കൊടുക്കുക. 4 ലക്ഷം രൂപ കൊടുക്കും. അടുത്തൊരു ഫുൾ ലോഡിൽ ഒരു സിയാസ് ആണ്, അതും ഹൈബ്രിഡ് വണ്ടിയാണ്. സോ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. 2017 മോഡലാണ്. 5 MB ഫുൾ ഓൺ ആയിട്ട് കൊടുക്കുക. ഫുൾ ഓൺ. നമ്മളെ സണ്ടിലാണ് ഒത്തിരി നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്.